ആപ്പിളിനകത്ത് വിഷമുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വെയിറ്റ് ഇത് കേട്ടോണ്ട് പോയിട്ട് നാളെ തന്നെ ആപ്പിൾ കഴിക്കുന്ന ഫുള്ളായിട്ട് നിർത്തിയിട്ട് ഫ്രണ്ട്സിനോട് എല്ലാവരും ആപ്പിളിനകത്ത് വിഷമുണ്ടോ കഴിക്കരുതെന്നൊന്നും പറയരുത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുള്ള, ഈവൻ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില സാധനങ്ങളെക്കുറിച്ചാണ്. എങ്കിലും അത് കറക്റ്റ് പ്രൊപ്പോർഷനിൽ കഴിക്കുകയാണ്, കറക്റ്റായിട്ടുള്ള രീതിയിൽ കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് ആപ്പിളാണ്. ഈ ആപ്പിൾ സീഡ്സ് എന്ന് പറയുന്ന സാധനത്തിന് അമിഗ്ഡലിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അമിഗ്ഡലിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുമ്പോൾ അത് എന്തായിട്ട് മാറുമെന്നറിയോ? അത് സയനൈഡായിട്ട് മാറും. ഈ സയനൈഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കര പൊട്ടൻ്റായിട്ടുള്ള പോയിസണാണ്. ഈവൻ കറക്റ്റ് സമയത്ത് ആൻറ്റിഡോട്ട് കൊടുത്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു പോയിസണാണ് എന്ന് കരുതിയിട്ട് ഇപ്പം നമ്മൾ ആപ്പിൾ കഴിച്ചെന്ന് കരുതി നമ്മൾ മരിക്കണമെന്നൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ചെറിയ വളരെ മൈനർ ക്വാണ്ടിറ്റിയിലുള്ള സൈനൈഡിനെ മെറ്റബോളൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനുമുള്ള കേപ്പബിലിറ്റിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ 1 കിലോ ആപ്പിൾ കഴിച്ചു എന്ന് കരുതി നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറേ ആപ്പിൾ സീഡ്സ് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 1 കിലോ ആപ്പിൾ സീഡ് എടുത്തിട്ട് അത് കഴിക്കുകയാണെങ്കിലേ കുഴപ്പമുള്ളൂ. അങ്ങനെ ആരും കഴിക്കാൻ പോകുന്നില്ല എന്ന് കരുതിയിട്ട് ഇൻറ്റൻഷൻ്റെ ആപ്പിൾ സീഡ് പൊടിച്ചിട്ട് ആർക്കും കൊല്ലാൻ കൊടുക്കരുത് കേട്ടോ. രണ്ടാമത്തെ റെഡ് കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ചുമന കളറിലെ ബീൻസ്. നോർമലി റെഡ് കിഡ്നി ബീൻസിന് രണ്ടാമത്തത് റെഡ് കിഡ്നി ബീൻസ് ആണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ചുമല പയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ തോരൻ വെക്കുന്ന സാധനം. റെഡ് കിഡ്നി ബീൻസിനകത്ത് ലെക്റ്റിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ലെക്റ്റിൻ എന്ന് പറയുന്നത് അവരുടെ ഈ റെഡ് കിഡ്നി ബീൻസിനകത്തുള്ള ഒരു നാച്ചുറൽ പ്രോട്ടീനാണ്. അത് അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മൾ പ്രോപ്പർലി കുക്ക് ചെയ്യാതെ ഈ റെഡ് കിഡ്നി ബീൻസ് കഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ലെക്റ്റിൻ നമ്മുടെ വയറ്റിലേക്ക് എത്തുകയും നല്ല സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ എത്തുകയും അതുവഴി നമുക്ക് ഡയറിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, സിവിയർ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് റെഡ് കിഡ്നി ബീൻ എന്ന് പറഞ്ഞാൽ നല്ല തന്നെയാണ്, നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്, എല്ലാവരും കഴിക്കേണ്ട സാധനമാണ്. പക്ഷേ നല്ലതുപോലെ കുക്ക് ചെയ്യുക, നല്ലോണം സോക്ക് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 20 to 30 മിനിറ്റ്സ് എങ്കിലും നല്ലോണം ബോയിൽ ചെയ്തതിന് ശേഷം മാത്രം ഇത് കഴിക്കുക. ഈ സയൻറ്റിഫിക് ഡേറ്റ തന്നെ ഉണ്ട്. 10 മിനിറ്റോ അതിൽ കുറച്ചോ നമ്മൾ റെഡ് കിഡ്നി ബീനും വേവിച്ചതിന് ശേഷം വലിയ വേവില്ലാതെ അത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ കിട്ടാവുന്ന ഈ ലെക്റ്റിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ലെക്റ്റിൻ എത്തുകയും അതുവഴി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റെഡ് കിഡ്നി ബീൻ എല്ലാവരും കഴിച്ചോളൂ, പക്ഷേ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. അടുത്തത് ലിച്ചിയാണ്. ലിച്ചി എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫുഡാണ്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി ആണ് അതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ലിച്ചി ഐസ്ക്രീം ഉണ്ട്, ലിച്ചി ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട് ജ്യൂസസും ഒക്കെ ഉണ്ട്. പക്ഷേ അൺറൈപ്പൻഡ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ലിച്ചി കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്ക് കൺവൾഷൻസും അബ്ഡോമിനൽ പെയിനും അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫാക്ട് നോർത്ത് ഇന്ത്യയിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഡ്രൈ ആയിട്ടുള്ള സീസണിൽ ഒരുപാട് കുട്ടികൾക്ക് പെട്ടെന്ന് കൺവൾഷൻസും അബ്ഡോമിനൽ ഡിസ്കംഫർട്ടും ഒക്കെ വന്ന് ഡോക്ടർമാർ അതിൻ്റെ കാരണം അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് അവസാനം അവർ കണ്ടെത്തി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ വേറെ ഒന്നും കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഈ അൺറൈപ്പൻഡ് ആയിട്ടുള്ള, അതായത് ശരിക്കും പഴുക്കാത്ത റോ ആയിട്ടുള്ള ലിച്ചി കൺസ്യൂം ചെയ്യുന്നതിൽ നിന്നാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കുകയും പിന്നെ അതിനുശേഷം അവിടെ ഈ അസുഖം കുറയുകയൊക്കെ ചെയ്തു. ലിച്ചി നല്ലതാണ്, കറക്റ്റായിട്ട് കഴിച്ചാൽ വൈറ്റമിൻ സി അടിപൊളിയാണ്, കറക്റ്റായിട്ട് കഴിച്ചില്ലേ കൺവൾഷൻസ് വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അടുത്തതെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. വെയിറ്റ് ഉരുളക്കിഴങ്ങിന് കുഴപ്പമൊന്നുമില്ല, ഉരുളക്കിഴങ്ങ് എല്ലാവരും കഴിക്കേണ്ട സാധനം തന്നെയാണ്. പക്ഷേ കുഴപ്പം ഇടാന്ന് വെച്ചാൽ കുറേ കാലം നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് വാങ്ങി വെച്ചു എന്ന് വിചാരിക്കുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങിന് ഒരു പച്ച കളർ വരും. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ അമ്മമാരൊക്കെ പറയും കണ്ണു വന്നു എന്ന് പറയും, സ്പ്രൗട്ട് ചെയ്യും. അപ്പോൾ ഈ സ്പ്രൗട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സോളനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാകുന്നതാണ്. ഈ സോളൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ന്യൂറോടോക്സിനാണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺവൾഷൻസും സിവിയർ ആയിട്ടുള്ള അനാഫൈലാക്റ്റിക് റിയാക്ഷൻസും അതുപോലെ തന്നെ ഓർഗൻ ഫെയിലിയറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഉരുളക്കിഴങ്ങ് കഴിച്ചോളുക. ഒന്ന് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. 2 ഈ പച്ച കളറുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് കളഞ്ഞേക്കുക, എന്നിട്ട് പുതിയ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ച് കഴിച്ചോളുക. എന്ന് പറയുന്നത് ജാതിക്കയാണ്. അഥവാ ജാതി പത്രി എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലായിടത്തും സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ബിരിയാണിക്കകത്തൊക്കെ സ്ഥിരമായിട്ട് സ്പൈസായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ജാതിക്ക എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ജാതിക്കയുടെ കുഴപ്പം ഇടാന്ന് വെച്ചാൽ ജാതിക്കകത്ത് ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്, മിറിസ്റ്റൈസിൻ എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ മണവും ഒരു ഫ്ലേവറും ഒക്കെ ഇഷ്ടപ്പെടാൻ കാര്യം. അപ്പോൾ ഇത് എക്സസീവായിട്ട് മിറിസ്റ്റൈസിൻ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മിറിസ്റ്റൈസിൻ എന്ന് പറയുന്ന ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസാണ്. പക്ഷേ അത് ചില സമയത്ത് ലാർജ് ക്വാണ്ടിറ്റീസിൽ കൺസ്യൂം ചെയ്യുമ്പോൾ അതൊരു സൈറ്റോടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് കോശങ്ങളെ നശിപ്പിക്കുക, അതുവഴി ഓർഗൻ ഫെയിലിയർ ഉണ്ടാകുക, ഈവൻ ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കെമിക്കലായിട്ട് ഇത് മാറും. ദയവ് ചെയ്ത് ജാതിക്ക എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. അതും കറക്റ്റ്
പ്രിപ്പറേഷൻ്റെ യൂസ് ചെയ്യുക. ഈ സ്റ്റഡീസ് പറയുന്നത് ഈവൻ 2 to 3 ടീസ്പൂൺസ് ഓഫ് ഈ ജാതിക്ക പൊടിച്ചത് കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓർഗൻ ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ്. സോ അതുകൊണ്ട് ജാതിക്ക വളരെ കുറച്ച് വളരെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അടുത്തതെന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പാണ് അഥവാ കാഷ്യൂ ആണ്. അണ്ടിപ്പരിപ്പിന് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ പാക്കറ്റിലായിരിക്കും അണ്ടിപ്പരിപ്പ് വാങ്ങിക്കുക, അല്ലെങ്കിൽ തൂക്കി വാങ്ങിക്കും. ആ അണ്ടിപ്പരിപ്പൊന്നും റോ അണ്ടിപ്പരിപ്പല്ല, അത് നമ്മൾ ഹീറ്റ് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് എത്തിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ടും ഇപ്പോൾ ഒരു എന്താ പറയുന്നത് പറങ്ങാണ്ടി മരത്തിനകത്ത് നിന്ന് പറിച്ചെടുക്കുന്ന അണ്ടിപ്പരിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ കാരണം നമ്മുടെ ശരീരത്തിന് സിവിയർ അനാഫൈലാക്റ്റിക് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല, അതിന് റിയാക്ഷൻ ഉള്ളവർക്ക്. പക്ഷേ ആർക്കൊക്കെ റിയാക്ഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ഹീറ്റ് ട്രീറ്റ് ചെയ്ത് തരുന്നത്. സോ ദയവ് ചെയ്ത് ആരും വീട്ടിൽ പറങ്ങാമരം ഉണ്ടെന്ന് കരുതി അണ്ടിപ്പരിപ്പ് റോ ആയിട്ട് എടുത്ത് കഴിക്കരുത്. ഹീറ്റ് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അനാഫൈലാക്സിസ് എന്ന് പറയുന്ന ഒരു വൻ സംഭവമാണ്. അത് വന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രമാണെന്ന്. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഹീറ്റ് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം കാഷ്യൂ കഴിക്കുക. അലർജി ഉണ്ടെങ്കിൽ ഒട്ട് കഴിക്കാനും പാടില്ല. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഞാൻ അവതരിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഈ ശനിയാഴ്ച ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, എല്ലാവരും പങ്കെടുക്കുക. ടൈം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.